Welcome to another class of NIM. Okay, today we are going to see LAN connecting devices. Okay, there are different types of devices which is used in network: hub, switch, router. Okay, ഈ ഡയഗ്രാം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓരോ ഡിവൈസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പാസീവ് ഹബ്ബ് ഫിസിക്കൽ ലെയറുടെ താഴെയാണ് യൂസ് ചെയ്യുന്നത്. റിപ്പീറ്റർ ഓർ ഹബ്ബ് ഫിസിക്കൽ ലെയറിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രിഡ്ജ് ഓർ 2 ലെയർ സ്വിച്ച് ഡാറ്റ ലിങ്ക് ലെയർ ഫിസിക്കൽ ലെയറിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റൗട്ടർ ഓർ 3 ലെയർ സ്വിച്ച് നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ, പിന്നെ ഗേറ്റ് വേ എല്ലാം ലെയറിൽ യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. പിങ്ക് കണ്ടു, ഇത് ഫുള്ള് ഇവിടെ വരെ കാണിച്ചിട്ടുണ്ട്, തേങ്ങനെ ഇവിടെ വരെ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അത് എല്ലാം ലെയറിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ CNലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡയഗ്രാം ഇതിനകത്ത് റൗട്ടർ പിന്നെ സ്വിച്ച്, ദാറ്റ് ഈസ് മോഡം ത്രൂ റൗട്ടറിൽ കണക്ട് ചെയ്യും. റൗട്ടർ പിന്നെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും. പിന്നെ സ്വിച്ച് ഹബ്ബിലേക്ക് കണക്ട് ചെയ്യും. പിന്നെ ഹബ്ബ് ഇപ്പം 2 ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിങ്ങിൽ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം സ്വിച്ചും യൂസ് ചെയ്യാറുണ്ട്, പണ്ട് ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഡിവൈസ് റിപ്പീറ്റർ. ഓക്കെ, റിപ്പീറ്റർ എവിടെ യൂസ് ചെയ്യുന്നത്? ഫിസിക്കൽ ലെയർ ഡിവൈസാണ് റിപ്പീറ്റർ. ഓക്കെ, അത് റിസീവ് സിഗ്നൽ. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിഗ്നൽ കേബിൾ ത്രൂ ഒത്തിരി ദൂരെ പോവില്ല ബിക്കോസ് ഓഫ് അറ്റന്വേഷൻ. അറ്റന്വേഷൻ പറഞ്ഞാൽ ലോസ് ഓഫ് എനർജി. അതുകൊണ്ട് ഒത്തിരി ദൂരെ പോവില്ല. അപ്പം അത് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ സിഗ്നൽസ് വീക്കാവും. ഓക്കെ, സോ ആ വീക്ക് സിഗ്നൽസിന് വീണ്ടും അങ്ങനെ പോലെ ആക്കാൻ, ദാറ്റ് ഈസ് റീജനറേറ്റ് ചെയ്യാൻ നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ആ ഡിവൈസിൻ്റെ പേരാണ് റിപ്പീറ്റർ. ഓക്കെ, പിന്നെ റിപ്പീറ്റർ അത് റീജനറേറ്റ് ചെയ്തിട്ട് ആ റിഫ്രഷ് സിഗ്നലാണ് പിന്നെ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് കണക്ട്സ് 2 സെഗ്മെൻറ്റ്സ് ഓഫ് ദി സെയിം ലാൻ. ഓക്കെ, ഒരു ലാനിൻ്റെ 2 സെഗ്മെൻറ്റ്സിന് ജോയിൻ ചെയ്യാനാണ് ഈ റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. കാരണം വീക്ക് സിഗ്നൽ ആകുമ്പോൾ അത് റീജനറേറ്റ് ചെയ്തിട്ട് വീണ്ടും റിഫ്രഷ് ആക്കിയിട്ട് വീണ്ടും അയക്കും. Okay, the portions of the network just separated by repeaters are called segments. Okay, ഇത് 2 port node ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒരു പോർട്ടിൽ കൂടെ ഡേറ്റ റിസീവ് ചെയ്യും, ഒരു പോർട്ടിൽ കൂടെ ഡേറ്റ സെൻഡ് ചെയ്യും. അതിന് പറയുന്നത് 2 port node. ഓക്കെ, ഇത് എല്ലാം ഫ്രെയിം ഫോർവേഡ് ചെയ്യും. പിന്നെ ഫിൽറ്ററിങ് കേപ്പബിലിറ്റി ഒന്നുമില്ല. റിപ്പീറ്റർ ഈസ് എ ജനറേറ്റർ, നോട്ട് ആൻ ആംപ്ലിഫയർ. ആംപ്ലിഫയർ പറഞ്ഞാൽ മൈക്രോ ഇത് സ്പീക്കറെല്ലാം അത് എന്താ ചെയ്യുക, ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതാണെങ്കിൽ റീജനറേറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. സോ റിപ്പീറ്റർ ക്രിയേറ്റ്സ് എ കോപ്പി ബിറ്റ് ഫോർ ബിറ്റ് അറ്റ് ദി ഒറിജിനൽ സ്ട്രെങ്ത്. ഇതാ കാണിക്കുന്നത്, ഇതാ വീക്കെൻഡ് സിഗ്നൽ. ഓക്കെ, ഇത് റിപ്പീറ്റർ വെച്ചിട്ട് വീണ്ടും പണ്ടത്തെ പോലെ സ്ട്രോങ് സിഗ്നൽസ് ആക്കി, റീജനറേറ്റഡ് സിഗ്നൽ അതായത് സ്ട്രോങ് സിഗ്നലാക്കി അയക്കും. ഓക്കെ, സോ ഇത് വീക്ക് ഇൻബൗണ്ട് ഡിജിറ്റൽ സിഗ്നൽ അതിന് സ്ട്രോങ് ഔട്ട്പുട്ട് ഡിജിറ്റൽ സിഗ്നലാക്കി വയ്ക്കും. ഓക്കെ, അതാണ് റിപ്പീറ്ററിൻ്റെ ജോലി. ഇത് 2 സെഗ്മെൻറ്റിന് ജോയിൻ ചെയ്യുന്ന റിപ്പീറ്റർ കാണിക്കുന്നത്. ദീസ് ആർ 2 സെഗ്മെൻറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് ജോയിൻഡ് ബൈ യൂസിങ് റിപ്പീറ്റർ. സോ ഈ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ഇത് കണ്ടോ, ഇൻ്റർനെറ്റിന് ഇതാ ഇൻ്റർനെറ്റ്, അത് DCL കേബിൾ മോഡം വന്നു. പിന്നെ വയർലെസ് റൂട്ടറിൽ വന്നു, വയർലെസ് റൂട്ടർ പിന്നെ കമ്പ്യൂട്ടറിലേക്ക് വയർലെസ് ഇത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വയർലെസ് റിപ്പീറ്റർ വെച്ചിട്ട് നമുക്ക് ദൂരെ വരെ സിഗ്നൽ അയക്കാം. 2 port repeater. Next is modem. Modem is made up of 2 words: modulator, demodulator. Okay, modem convert digital bits into analog signal and analog signal into digital bits. ഇതാണ് മോഡത്തിൻ്റെ ജോലി. എന്താ, ഡിജിറ്റൽ ബിറ്റ്സ് ഇൻറ്റു അനലോഗ് സിഗ്നൽ ആക്കും, പിന്നെ അനലോഗ് സിഗ്നൽസ് ഇൻറ്റു ഡിജിറ്റൽ ബിറ്റ്. It sends and receives data over telephone lines or cable or satellite connection. Okay, ഇതെങ്ങനെ ഡേറ്റ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്? ത്രൂ ടെലിഫോൺ ലൈൻസ് ഓർ കേബിൾസ് ഓർ ടെലിഫോൺ കണക്ഷൻ.
Dial-up modem. Use dial-up modem telephone line. It can be connected external or internal to the PC. Dial-up modem നമുക്ക് എക്സ്റ്റേർണലി കണക്ട് ചെയ്യാം, പിന്നെ വന്ന് കമ്പ്യൂട്ടറിൽ ഇൻറ്റേർണലി കണക്ട് ചെയ്യാനുള്ള ഡയലപ്പ് മോഡം ഉണ്ടാണ്. പിന്നെ വന്ന DSL മോഡം, DSL ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. ഓക്കെ, ഇത് ബ്രോഡ്ബാൻഡ് റൂട്ടേഴ്സില ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള. ഓക്കെ, ഇൻപുട്ടിനകത്ത് സ്പ്ലിറ്റർ വെച്ചിട്ട് ആൻഡ് ഔട്ട്പുട്ട് can be connected to the RJ45 jack. ഓക്കെ, പിന്നെ കേബിൾ മോഡം. കേബിൾ TV വഴി നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുമായിരുന്നു, അതിനാണ് പറയുന്നത് കേബിൾ മോഡം. ഓക്കെ, സോ മോഡം സ്റ്റാൻഡ്സ് ഫോർ മോഡുലേറ്റർ ഡീമോഡുലേറ്റർ. മോഡുലേറ്റർ എന്താ ചെയ്യുന്നത്? ബാൻഡ് പാസ് അനലോഗ് സിഗ്നൽ ഫ്രോം ഡിജിറ്റൽ ഡേറ്റ ക്രിയേറ്റ് ആക്കും. ഡീമോഡുലേറ്റർ ആണ് it recovers the digital data from the modulated signal. That is analog signal digital ആക്കുന്ന ഡീമോഡുലേറ്റർ. ഓക്കെ, സോ ഇത് കാണിക്കുന്നത് കമ്പ്യൂട്ടറിലെല്ലാം ഡിജിറ്റൽ സിഗ്നൽസ്, അതാ ഇത് കാണിച്ചത് സ്ക്വയർ വേവ്. ഓക്കെ, മോഡം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. മോഡം വഴി അത് അനലോഗ് സിഗ്നലായിട്ട് ടെലിഫോൺ ലൈൻസിലേക്ക് കൊടുത്തിട്ടുണ്ട്. റിസീവറുടെ സൈഡിൽ മോഡം എന്താ ചെയ്യുന്നത്? ഈ അനലോഗ് സിഗ്നലിന് വീണ്ടും ഡിജിറ്റൽ സിഗ്നൽ ആക്കിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. ഓക്കെ, സോ ഇതാ മോഡുലേറ്റർ ഡീമോഡുലേറ്റർ. DSL മോഡം അത് PC കൊടുത്തപ്പോൾ ഡിജിറ്റൽ സിഗ്നൽസ്, അനലോഗ് സിഗ്നൽസ് ആയിട്ട് ISP മോഡം, പിന്നെ ISP മോഡം ത്രൂ ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഓക്കെ, സോ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഡിജിറ്റൽ സിഗ്നൽസ് അയക്കുന്നത് ISP മോഡത്തിൽ വരുമ്പോൾ ആ ഡിജിറ്റൽ സിഗ്നൽസ് അനലോഗ് സിഗ്നലായിട്ട് ടെലിഫോൺ ലൈനിൽ വരുന്നത്. DSL മോഡം എന്താ ചെയ്യുന്നത്? ഈ അനലോഗ് സിഗ്നലിന് ഡിജിറ്റൽ സിഗ്നലായിട്ട് PC കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഡിവൈസ് പാസീവ് ഹബ്. പാസീവ് ഹബ് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് ജസ്റ്റ് എ കണക്ടർ. ഇറ്റ് കണക്ട്സ് വയർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ടീസ്. ഇൻ സ്റ്റാർ ടോപ്പോളജി എത്തർനെറ്റ് ലാബ് ഹബ് ഈസ് collision point. It is location in TCP/IP model and it is below the physical layer. Okay, so ഇത് മോഡത്തിൻ്റെ പിക്ചർ. ഇത് മോഡത്തിൻ്റെ പിക്ചർ. അതിന് RJ45 പോർട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് ആക്റ്റീവ് ഹബ്. ഓക്കെ, ഇത് ഒരു റിപ്പീറ്ററുടെ പോലെ ഇറ്റ് ഈസ് എ മൾട്ടി പോർട്ട് റിപ്പീറ്റർ. ദാറ്റ് ഈസ് നമ്മൾ റിപ്പീറ്ററിൽ 2 പോർട്ട് ആ പറഞ്ഞ്, ദാറ്റ് ഈസ് 1 ഫോർ റിസീവിങ് ആൻഡ് 1 ഫോർ ട്രാൻസ്മിറ്റിംഗ്. ഇതാണെങ്കിൽ മൾട്ടി പോർട്ടാണ്. It is used to create connections between stations in star topology. Star topology എന്താ? ഡിഫറെൻറ്റ് ഡിവൈസസ് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഉള്ള നെറ്റ്വർക്ക് ഡിവൈസാണ് ഹബ്ബ്. ഈച്ച് പോർട്ട് ആക്ട്സ് ആസ് റിപ്പീറ്റർ ദാറ്റ് റീജനറേറ്റ്സ് ദ സിഗ്നൽ അറ്റ് ഈച്ച് കണക്ഷൻ. ഓക്കെ, ഈച്ച് പോർട്ട് എന്താ ചെയ്യുന്നത്? റിപ്പീറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ദാറ്റ് റീജനറേറ്റ്സ് ദ സിഗ്നൽ അറ്റ് ഈച്ച്. ഇറ്റ് വർക്ക്സ് ഇൻ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്. ഇത് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് വർക്ക് ചെയ്യുന്നത്. അതിന് ഇൻ്റലിജൻസ് ഒന്നും ഇല്ല. ഓക്കെ, പിന്നെ ഹബിന് ഒരു RJ45 പോർട്ട് കാണും, അല്ലെങ്കിൽ BNC ഓർ AUI മീൻസ് അറ്റാച്ച്മെൻറ്റ് യൂണിറ്റ് ഇൻ്റർഫേസ് പോർട്ട് കാണും. പിന്നെ ബ്രിഡ്ജ് പറഞ്ഞത് ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ഫിസിക്കൽ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ. ഫിസിക്കൽ ലെയർ എന്താ ചെയ്യുന്നത്? ഇറ്റ് റീജനറേറ്റ്സ് ദ സിഗ്നൽ ഇറ്റ് റിസീവ്സ്. ഓക്കെ, റിപ്പീറ്റഡ് ജോലി ചെയ്യും. At data link layer, it can check the physical address contained in the frame. Okay, അത് ഫിസിക്കൽ ലെയർ നോക്കിയിട്ട് അത് ഫിൽറ്ററിങ് കേപ്പബിലിറ്റി വെച്ചിട്ട് അത് ആ ഡിവൈസിലേക്ക് ഡേറ്റ അയക്കും. ബ്രിഡ്ജ് ഹാസ് ഫിൽറ്ററിങ് കേപ്പബിലിറ്റി യൂസിങ് എ ടേബിൾ. ഇറ്റ് കണക്ട്സ് 2 ലാൻഡ്സ്. ബ്രിഡ്ജിന് എന്തിനാണ് ചെയ്യുന്നത്? 2 ലാൻഡ് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ബ്രിഡ്ജ്. റിപ്പീറ്റർ ആണെങ്കിൽ എന്താ? 2 സെഗ്മെൻറ്റ്സ് ഓഫ് ദി ലാൻഡ് കണക്ട് ചെയ്യാനുള്ള ഡിവൈസ്. പിന്നെ 2 ലെയർ സ്വിച്ച്, അതും ബ്രിഡ്ജിൻ്റെ പോലെ തന്നെ. ഇറ്റ് പെർഫോംസ് ഇൻ ഫിസിക്കൽ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ. പക്ഷേ അത് ഇറ്റ് ഹാസ് ബെറ്റർ പെർഫോമൻസ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ബ്രിഡ്ജ്. പിന്നെ ഇതിന് ഫിൽറ്ററിങ് ഡിസിഷൻ ഉണ്ട്. ഇത് ഫിൽറ്ററിങ് ഡിസിഷൻ എന്താ? MAC അഡ്രസ്സ് നോക്കിയിട്ട്. ഓക്കെ, ഓഫ് ദ ഫ്രെയിം. സോ ആ MAC അഡ്രസ്സ് നോക്കിയിട്ട് ആർക്ക് ആ ഫ്രെയിം അവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, എല്ലാവർക്കും കൊടുക്കുകയില്ല. ഹബ് ആണെങ്കിൽ എല്ലാവർക്കും കൊടുക്കും, പക്ഷേ സ്വിച്ച് ആണെങ്കിൽ ഏത് ഡിവൈസിനുള്ളത് അവർക്ക് ആ ഡിവൈസിലേക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അതിന് ബഫറുണ്ട്. ബഫർ എന്തിനാ?
ടു ഹോൾഡ് ദ ഫ്രെയിംസ് ഫോർ പ്രോസസ്സിങ്ങിന് ഫ്രെയിംസിന് ഹോൾഡ് ചെയ്യാൻ അതിന് ബഫറുണ്ട്. ഓക്കെ, പിന്നെ ഇതിന് സ്വിച്ചിങ് ഫാക്ടർ ഉണ്ട് ദാറ്റ് ഫോർവേഡ്സ് ദ ഫ്രെയിം ഫാസ്റ്റർ. ഇതാ സ്വിച്ച്. ഓക്കെ, 5 പോർട്ട്, 24 പോർട്ട്, 48 പോർട്ട്, 64 പോർട്ട്, അങ്ങനെ സ്വിച്ചസ് ഉണ്ട്. ഓക്കെ, ഇത് കണ്ട് റൗട്ടർ, നെറ്റ്വർക്ക് സ്വിച്ച് വെച്ചിട്ട് നമ്മൾ പല ഡിവൈസ് കണക്ട് ചെയ്യണം. ഫയൽ സെർവർ, പ്രിൻ്റർ, ലാപ്ടോപ്പ്, പല ഡിവൈസ് നമ്മൾ സ്വിച്ച് വഴി കണക്ട് ചെയ്തിട്ട് ഇത് ഇൻ്റർനെറ്റ് റൗട്ടറിൽ വന്നു, റൗട്ടറിൽ സ്വിച്ച് വന്നു, സ്വിച്ച് ഇങ്ങനെ പല ഡിവൈസിലേക്ക് കണക്ട് ചെയ്തിട്ടാണ്. ഇത് പ്രിൻ്റർ, സെർവർ, എന്നിട്ട് ADC മോഡം വഴി നെറ്റ്വർക്ക് സ്വിച്ച്, പ്രിൻ്റർ, മോഡത്തിന് റൂട്ടറിൽ പോയി റൂട്ടറിനെ സ്വിച്ച് പല ഡിവൈസിലേക്ക് കണക്ട് ചെയ്തു. സോ ഈ ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. സ്റ്റാർ കണ്ട് അത് ഡയഗ്രാം വരയ്ക്കണം. നെക്സ്റ്റ് ഈസ് റൗട്ടർ എന്താ ഒരു 3 ലെയർ സ്വിച്ച് ഡിവൈസാണ്. 3 ലെയർ മീൻസ് എന്താ ഡാറ്റാ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, പിന്നെ ഫിസിക്കൽ ലെയറിൽ യൂസ് ചെയ്യുന്ന ഡിവൈസ്. ഇതെന്ത് ഈ ഡിവൈസ് എന്താ റൂട്ടർ, ഇതിൻ്റെ പേര് തന്നെ റൂട്ടർ മീൻസ് എന്താ റൂട്ട് കാണിക്കും. ഓക്കെ, ബേസ്ഡ് ഓൺ ലോജിക്കൽ അഡ്രസ്, ദാറ്റ് ഈസ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിൽ പോകാനുള്ള റൂട്ട് കാണിക്കുന്ന ജോലിയാണ് റൂട്ടർക്ക്. ഓക്കെ, അതെങ്ങനെ ലോജിക്കൽ അഡ്രസ് മീൻസ് IP അഡ്രസ് വഴി. ഓക്കെ, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലാനും വാനും കണക്ട് ചെയ്യാനാണ്. ഇൻ്റർനെറ്റിൽ ലാനും വാനും കണക്ട്. ഓക്കെ, ഇതിന് സ്വിച്ചിങ് ടേബിളുണ്ട്. ഇവിടെ ഉള്ളത് റൂട്ടിംഗ് ടേബിളാണ്. ഓക്കെ, ഫോർ മേക്കിംഗ് ഡിസിഷൻസ് ഫ്രം ദി റൂട്ട്. ഓക്കെ, സോ അങ്ങനെയാണ് ഇത്. പിന്നെ ഇത് റൂട്ടിംഗ് ടേബിൾ ഡൈനാമിക് മീൻസ് എന്താ റൂട്ടർ ഇപ്പം അപ്പ് അല്ലെങ്കിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ അത് ഈ റൂട്ടിംഗ് പ്രോട്ടോക്കോൾ വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും ഈ റൂട്ടിംഗ് ടേബിൾ. ഓക്കെ, ഇത് 2 or more ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിന് കണക്ട് ചെയ്യാനുള്ള ഡിവൈസാണ് റൂട്ടർ. ഇറ്റ് കണക്ട്സ് LAN ടു അനദർ LAN ടു WAN, or WAN ടു അനദർ MAN, or WAN ടു അനദർ WAN. ഓക്കെ, പിന്നെ ഇറ്റ് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ലെയർ കണക്ഷൻസ് സച്ച് ആസ് കോപ്പർ. പിന്നെ സ്വിച്ച് ആണെങ്കിൽ എല്ലാം സെയിം കണക്ഷൻസാണ് വരുന്നത്. ദാറ്റ് ഈസ് ഇപ്പം നമ്മൾ ട്വിസ്റ്റഡ് പെയർഡ് കേബിൾ ആണെങ്കിൽ എല്ലാത്തിനും ട്വിസ്റ്റഡ് പെയർഡ് കേബിളാണ്. പക്ഷേ റൂട്ടറി ആണെങ്കിൽ ഡിഫറെൻറ്റ് വയേഴ്സാണ് വരുന്നത്. ദാറ്റ് ഈസ് ചിലപ്പം വരുന്ന ഇൻ്റർനെറ്റ് കേബിൾ കണക്ഷൻ ഓപ്റ്റിക്കൽ ഫൈബർ ആയിരിക്കും, പക്ഷേ അതിനകത്ത് കൊടുക്കുന്ന വൈഫൈയും കാണും, വയേർഡ് കേബിളും ട്വിസ്റ്റഡ് പെയർഡ് കേബിളും ആണ്. സോ ഡിഫറെൻറ്റ് കേബിൾസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ലെയർ സ്റ്റാൻഡേർഡ്സും ഇത് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇറ്റ് റീഡ്സ് IP അഡ്രസ് ഇൻ ദി പാക്കറ്റ് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റൂട്ടിംഗ് ടേബിൾ ഫോർവേഡ്സ് ദ പാക്കറ്റ് ടു ദി ഡെസ്റ്റിനേഷൻ. ഓക്കെ, IP അഡ്രസ് വായിച്ചിട്ട് അത് ഡെസ്റ്റിനേഷനിലേക്ക് അയച്ചു കൊടുക്കുക. ഇതാണ് റൗട്ടർ. ഇൻ്റർനെറ്റിൽ വന്ന് ഫയർവാളിൽ പിന്നെ സ്വിച്ചിലേക്ക് കൊടുത്ത് സ്വിച്ച് വയർലെസ് ആക്സസ് പോയിൻ്റ് വെച്ചിട്ട് ലാപ്ടോപ്പിലേക്ക് കൊടുത്തു. സ്വിച്ച് വഴി വയർഡ് കേബിൾ യൂസ് ചെയ്യും. വയർലെസ്സും കൊണ്ട് വയർലെസ് റൗട്ടർ ഇങ്ങനെ മെയിൻ റൂട്ടറുണ്ട്, പിന്നെ സെക്കൻഡറി റൂട്ടറുമായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, 2 റൂട്ടർ ഈസ് കണക്റ്റഡ് ബൈ LAN കേബിൾ കണക്ഷൻസ്. ഓക്കെ, 3 ലെയർ സ്വിച്ച്. ഓക്കെ, 3 ലെയർ സ്വിച്ച് പറഞ്ഞാൽ ഇത് റൂട്ടർ തന്നെ, ബട്ട് ഫാസ്റ്ററുമാണ്, മോർ സൊഫിസ്റ്റിക്കേറ്റഡാണ്. The switching fabric in 3 layer switch allows faster table lookup and forwarding. It works in full duplex connection. That is, ഒരേ സമയത്ത് ട്രാൻസ്മിറ്റും ചെയ്യാം റിസീവും ചെയ്യാം. ഇറ്റ് യൂസസ് ദി ഹോൾ ബാൻഡ് വിഡ്ത്ത്, മൊത്തം ബാൻഡ് വിഡ്ത്ത് ആ ഡിവൈസ് യൂസ് ചെയ്യും. Okay, when the device begins to transfer packet, the switch understands the MAC address of the device connected to each port and makes MAC address. This process is called learning. Okay, ഈ ഡിവൈസ് ഇൻ്റലിജൻറ്റ് മീൻസ് എന്താ അത് സ്വിച്ച് ഓരോ ഡിവൈസിനെ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സ് അതിൻ്റെ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ പ്രോസസ്സിനാണ് പറയുന്നത് ലേണിംഗ്. സോ ഇത് ഇൻ്റർനെറ്റ് കാണിച്ചിട്ടുണ്ട്. മോഡം വഴി റൗട്ടറിൽ വന്നു, റൗട്ടർ ഇത് പല ഡിവൈസിലേക്ക് വയർലെസ്സും വയർഡ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫയർവാളും ഇതും തന്നെ. ഓക്കെ, പല ഡിവൈസും ഇത് കണ്ട റൂട്ടറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഏതെങ്കിലും ചോദിക്കുമ്പോൾ അത് എഴുതണം. റിപ്പീറ്റർ, ഹബ്ബ്, സ്വിച്ച്, റൗട്ടർ. ഓക്കെ, താങ്ക് യു.